അല്ലിമൂഹും വഅദ്ദിബൂഹും, അവരെ നിങ്ങൾ ദീന് പഠിപ്പിക്കണം. ആരെ? കുടുംബാംഗങ്ങളെ. എന്താ മോനിപ്പോ എന്താ പഠിക്കണേ? ബിടെക് പഠിക്കുകയാണ്. CRE പഠിക്കണ്ടോ? ദീൻ എവിടെയും പഠിക്കണ്ടോ? അല്ലെ? എത്ര അവസരങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, ഓൺലൈനിൽ ഓഫ്ലൈനിൽ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. അപ്പൊ നിന്റെ മോൻ എന്ത് പഠിക്കുന്നു, വീട്ടിലുള്ള ഭാര്യ എന്ത് പഠിക്കുന്നു? ഓളൊന്നും പഠിക്കുള്ളൂ, ഓൾ ഹൗസ് വൈഫാണ്. നിങ്ങൾ എന്താ ചെയ്യണേ? ഞാൻ ഇവിടെ ഒരു ഷോപ്പ് നടത്തുകയാണ്. നിങ്ങൾ എന്തേ പഠിക്കണ്ടോ? ഞാൻ ഒന്നും പഠിക്കുന്നില്ല, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു, ഇന്നൊന്നും പഠിച്ചില്ല. എന്ത് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ വേണം. അതാണ് അല്ലിമൂഹും വഅദ്ദിബൂഹും, കുടുംബാംഗങ്ങളെ പഠിപ്പിക്കുകയും അവരെ അച്ചടക്കമുള്ളവരാക്കുകയും ചെയ്യുക. തർബിയത്ത് കൊടുക്കുക എന്താ? മുറബി എന്ന് പറഞ്ഞാൽ ആരാ? ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ പോരുക. അതാ റസൂലുള്ള ചെയ്തത്. പൊന്നുമോനെ സമ്മില്ല, ബിസ്മി ചൊല്ല്, അല്ലേ? വകുൽ ബി യമീനിക, നിന്റെ വലത്തേ കൈ കൊണ്ട് തിന്ന്. വകുൽ മിമ്മ യലീക, നിന്റെ മുമ്പിലുള്ള ഭക്ഷണം കഴിക്കുക. അവിടുന്ന് ഇവിടുന്ന് വാരിക്കൂട്ടല്ലേ. ഇപ്പൊ റസൂൽ ഓരോന്ന് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. കറക്റ്റ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഓരോരുത്തർക്കും. ആ പഠിപ്പിക്കലുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. മനസ്സിലായോ? ഉമ്മയും ബാപ്പി ദീനുള്ളവരാകണം. വീട്ടിൽ നമ്മൾ ദീന് പ്രാക്ടീസ് ചെയ്യണം. ദീന് പഠിച്ചുകൊണ്ടിരിക്കണം. അതാണ് പറഞ്ഞത്, ദീന് പഠിച്ചുകൊണ്ടിരിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 23 കൊല്ലം എന്തിനാ മാറ്റിവെച്ച്? ദീന് പഠിപ്പിക്കാൻ. സഹാബത്ത് എത്ര കഠിനാധ്വാനം ചെയ്തു ദീന് പഠിക്കാൻ. അതിനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി വെക്കണം. റസൂലുള്ള പുരുഷന്മാർക്ക് ക്ലാസ് എടുക്കും. അപ്പൊ സ്ത്രീകൾ വന്നിട്ട് പറയാണ്, അള്ളാന്റെ റസൂലെ, പുരുഷന്മാർ എപ്പോഴും അങ്ങയെ പൊതിഞ്ഞു നിൽക്കുന്നതിനാൽ താങ്കളിൽ നിന്ന് വിജ്ഞാനം നേടാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ദിവസം നിങ്ങൾ അസൈൻ ചെയ്യണം. നബിനോട് വന്നിട്ട് സ്വഹാബിമാര് പറയണേ, ഞങ്ങൾക്ക് ദീൻ പഠിക്കാൻ ഒരു ദിവസങ്ങൾ തരണം എന്ന്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസവും ഒരാളുടെ വീടും ഒരു സ്ഥലവും അവർക്ക് ദീൻ പഠിക്കാൻ നിശ്ചയിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ പഠിക്കണം. ഖുർആന്റെ തഫ്സീർ പഠിക്കണം, അഖീദ പഠിക്കണം, ഫിഖ് പഠിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കണം, സ്വഭാവങ്ങൾ പഠിക്കണം. ഇതൊക്കെ പഠിക്കാനുള്ളൊരു അവസരം നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് ഉണ്ടാവണം.